ഹലോ ഫ്ലൈവിലേഴ്സ്, നമ്മളിന്നുള്ളത് കൊൽക്കട്ടയിലാണ്. കൊൽക്കട്ടയിൽ വന്നിരിക്കുന്ന ഈ ഒരു പുതിയ വണ്ടിയുടെ ലോഞ്ചാണ്. ഇത് പോർഷയുടെ പാനമരയുടെ ഏറ്റവും പുതിയ മോഡലാണ്. പോർഷയുടെ ഫസ്റ്റ് വന്നിരിക്കുന്ന സിഡാനാണിത്. 4 ഡോർ സിഡാനായിട്ട് വന്നിരിക്കുന്ന ഒരു വണ്ടി എന്ന രീതിയിലും അതുപോലെ തന്നെ പോർഷയുടെ ഒരു എക്സിക്യൂട്ടീവ് വെഹിക്കിൾ എന്നുള്ള രീതിയിലാണ് പാനമര അറിയപ്പെടുന്നത്. ഇത് V6 ആയിട്ടുള്ള മോഡലാണ്. ഇവിടെ പാനമര എന്നിപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നതിൽ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ മേലേക്കുള്ള എഞ്ചിൻ വേരിയൻസ് ഉണ്ട്. മൊത്തത്തിൽ പാനമര ഒന്ന് പരിചയപ്പെടാം. പക്ഷേ ഇതിൻ്റെ ലോഞ്ച് ആക്ച്വലി വേൾഡ് ലോഞ്ചിന് ഞാനിവിടെ ദുബായിൽ പോയിട്ടുണ്ടായിരുന്നു. ഐക്കൺ ഓഫ് പോർഷൻ എന്ന് പറഞ്ഞ ഇവൻറ്റോട് കൂടിയിട്ട് കഴിഞ്ഞ നവംബറിലായിരുന്നു നടന്നത്. പക്ഷെ അന്ന് നമുക്കത് ഷൂട്ട് ചെയ്യാനൊന്നും സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇന്നിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് നോക്കാം. ഡ്രൈവ് ഉടനെ കൊണ്ടുവരുന്നുണ്ടാവും. സോൾമൈ ഫ്ലൈലേഴ്സ്, വെൽക്കം ടു ഫ്ലൈവേ. 2009 ആദ്യമായി പോർഷ ഒരു സീരീസ് പ്രൊഡക്ഷൻ 4 ഡോർ കാർ കൊണ്ടുവരുന്നത്. 13ാമത് ഓട്ടോ ഷാങ്കായിൽ വെച്ചിട്ടാണ് പാനമര എന്ന പേരോടുകൂടി ഈ 4 ഡോർ സിഡാൻ അവതരിപ്പിക്കുന്നത്. എന്നാൽ പോർഷയുടെ ഫസ്റ്റ് 4 ഡോർ സിഡാൻ കോൺസെപ്റ്റ് ഇറക്കിയിരുന്നത് 989 എന്ന കോൺസെപ്റ്റിലാണ്. ഇന്നിപ്പം പോർഷ മ്യൂസിയത്തിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള ഈ ഒരു മോഡലിനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് പിന്നീട് പ്രൊഡക്ഷനിലേക്ക് എത്തിയിട്ടുള്ള ഈ പാനമര വന്നിട്ടുള്ളത്. ഫസ്റ്റ് ജനറേഷൻ പാനമര 2009 വന്ന് G1 എന്നായിരുന്നു ഇതിൻ്റെ കോഡ് നെയിം. ഇത് 2009 വന്ന് 2016 വരെ പ്രൊഡക്ഷനിലുണ്ടായിരുന്നു. ഇതിൽ പെട്രോൾ, ഡീസൽ, ഹൈബ്രിഡ് എന്നീ പവർ ട്രെയിനുകളിൽ വന്നിട്ടുണ്ട്. 3 തരത്തിലുള്ള ഗിയർ ബോക്സുകളും അവതരിപ്പിച്ചിരുന്നു. അതിൽ 6 സ്പീഡ് മാനുവലും 7 സ്പീഡ് ZFൻ്റെ 7DT ഗിയർ ബോക്സും 8 സ്പീഡ് ZF ഗിയർ ബോക്സും ഉണ്ടായിരുന്നു. ഈ ജനറേഷൻ പാനമര ഇന്ത്യയിലും നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. ഈ ഒരു പാനമരയുടെ സൈസ് ശരിക്കും തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു ഡിസൈനും അതേപോലെ തന്നെയുള്ളൊരു വലുപ്പവും ഉണ്ടായിരുന്നു. സെക്കൻഡ് ജനറേഷൻ ആയിട്ടുള്ള പാനമര വന്നപ്പോഴേക്കാണ് കുറച്ചുകൂടെ സ്പോർട്ടിയർ ക്യാരക്ടറായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. G2 എന്നായിരുന്നു ഇതിൻ്റെ ഷാസി നെയിം. 2016 ഇത് അവതരിപ്പിച്ചിരുന്നത്. ഈ പാനമര അവതരിപ്പിച്ചപ്പോഴും പെട്രോളും ഡീസലും പ്ലഗ് ഇൻ ഹൈബ്രിഡ് മോഡലുകളും ഉണ്ടായിരുന്നു. കുറേ സ്പോർട്ടിയറിലെ പോർഷയുടെ ക്യാരക്ടർ അടങ്ങിയിട്ടായിരുന്നു ഈ സെക്കൻഡ് ജനറേഷൻ പാനമര വന്നിരുന്നത്. നമ്മുടെ നാട്ടിലും അത്യാവശ്യം ഇറങ്ങിയിരുന്ന ഒരു മോഡലാണ് ഈ പാനമര. നമ്മളിപ്പോൾ അവതരിപ്പിക്കുന്നത് ഏറ്റവും പുതിയതും 3rd ജനറേഷനുമായിട്ടുള്ള മോഡലാണ്. G3 എന്നാണ് ഇതിൻ്റെ പേര്. ഈ വണ്ടി ലോകത്തിന് പ്രസൻറ്റ് ചെയ്ത് 2023 നവംബറിലാണ്. അന്ന് 2 സ്ഥലത്തുള്ള ഫംഗ്ഷൻ വെച്ചിട്ടായിരുന്നു ഇത് അവതരിപ്പിച്ചിരുന്നത്. ചൈനയിലും ദുബായിൽ ഐക്കൺ ഓഫ് പോർഷയിലും വെച്ചിട്ടായിരുന്നു ഇതിൻ്റെ അൺവീലിംഗ്. ഇതിൽ ദുബായിൽ ഉള്ള ഫംഗ്ഷന് ഞങ്ങൾ സെലക്റ്റഡ് ആയിട്ടുള്ള ഇന്ത്യൻ മീഡിയയിൽ ഞാനും ഉണ്ടായിരുന്നു. ഈ മോഡൽ വന്നപ്പോൾ ഡീസൽ എഞ്ചിൻ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തു. പെട്രോളും അതുപോലെ തന്നെ പ്ലഗ് ഇൻ ഹൈബ്രിഡ് മോഡലുകളാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഈ ഹൈബ്രിഡ് എന്നാണ് ഹൈബ്രിഡ് മോഡലിനെ പറയുന്നത്. ഇന്നിപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത ഈ മോഡൽ V6 ആണ്. V8 പിന്നീട് വരുന്നതുമായിരിക്കും. പോർഷയുടെ ഈ ഫുൾ സൈസ് സിഡാൻ മോഡൽ ഡയറക്റ്റ് കോമ്പറ്റീഷനിലുള്ളത്. ഇവൻ ദോ S ക്ലാസും 7 സീരീസ് എന്നുള്ള കാറ്റഗറിയിൽ പെടുന്നുണ്ടെങ്കിലും പോർഷ ക്ലെയിം ചെയ്യുന്ന അവർ സ്വന്തമായിട്ടൊരു സെഗ്മെന്റിൽ നിൽക്കുന്ന പോലെ. കാരണം പോർഷയുടെ ഇനൽ അവതരിപ്പിച്ചിട്ടുള്ള ഒരു സിഡാൻ എന്നായിട്ടാണ് പാനമരനെ കാണുന്നത്. ചൈനയിൽ മാത്രമാണ് ഇതിന് ലോങ് വീൽ ബേസ് വരുന്നത്. ഇന്ത്യയിലെല്ലാം തന്നെ വന്നിരിക്കുന്നത് ഷോർട്ട് വീൽ ബേസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഡ്രൈവർ ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് സിഡാൻ എന്ന രീതിയിൽ വേണം ഇതിനെ കാണാൻ. പോർഷയുടെ ഡിസൈൻ ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന ഒരു 4 ഡോൺ ഫോമാണ് ആക്ച്വലി പാനമരയിൽ ഉണ്ടായിരുന്നത്. അതൊന്ന് ഇവോൾവ് ചെയ്ത് വന്നിട്ടാണ് ഇങ്ങനത്തെ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. എന്നാൽ പഴയൊരു റീറ്റൻഷൻ നമുക്ക് ഒരു ഫോമിലുണ്ടെങ്കിലും ഒരുപാട് പുതിയ ഡീറ്റെയിൽസ് ഡിസൈനിൽ വന്നിരിക്കുന്നത്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സെക്കൻഡ് ജനറേഷനും വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള രീതിയിലല്ല 3rd ജനറേഷൻ്റെ ഡിസൈനുള്ളത്. ഈ 3rd ജനറേഷൻ അവതരിപ്പിച്ച കുറച്ചുകൂടി സ്ലീക്കറായിട്ടും എന്നാൽ പഴയ ഡിസൈനിന് സിമിലറായി തോന്നിക്കുന്ന രീതിയിലാണ്. സൂക്ഷിച്ച് നോക്കുമ്പോഴാണ് മേജറായിട്ടുള്ള ഡിഫറൻസ് കാണുന്നത്. ഇതിൽ നമുക്ക് കാണാവുന്ന മേജർ ഡിഫറൻസ് ഉള്ള ഒന്ന് ഫ്രണ്ടിലാണ്. 4 ഡോട്ട് ആയിട്ടുള്ള രീതിയിലുള്ള DRLാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പുറമെ വേരിയൻസ് അനുസരിച്ചിട്ട് DRLിലുള്ള ലൈറ്റ്സിനുള്ള മാറ്റങ്ങളും വരുന്നുണ്ട്. വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈറ്റാണ് V6ന് വരുന്നത്. എന്നാൽ ടർബോ ഈ പെർഫോമൻസിൽ വന്നിരിക്കുന്നത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള DRLസും ആണ്. മൊത്തത്തിൽ ഷേപ്പ് പോർഷയുടെ ആ ഡിസൈനിന് അനുസ്മരിക്കുന്ന രീതിയിൽ തന്നെയുള്ള ഒരു സിഡാൻ ഫോമാണ് ഇതിലുള്ളത്. ഫസ്റ്റ് ജനറേഷൻ പോലെയല്ല, സെക്കൻഡിലും 3rd ജനറേഷനിലും വന്നിരിക്കുന്ന കുറേ ഒരു സിഡാൻ ഫോമാണ്. അതുകൊണ്ട് തന്നെ ബൂട്ട് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഡിസൈനുള്ള എങ്കിലും ഇതൊരു നോച്ച് ബാക്ക് പോലെ ഫുഡിൽ ഗ്ലാസ്സോടുകൂടി തുറക്കുന്ന രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇവരുടെ ഇലക്ട്രിക് ഫോമാറ്റിൽ വന്നിരിക്കുന്നത് ടൈക്കനിൽ പ്രോപ്പർ ബൂട്ട് മാത്രമാണ് തുറക്കുന്നതായിട്ട് റിയറിൽ വന്നിരിക്കുന്നത്. പക്ഷേ ടൈക്കനെ അനുസ്മരിക്കുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ ഫോം നമുക്ക് പുതിയ മോഡലിൽ കാണാം. പോർഷയുടെ ഒരു പ്രത്യേകതയാണ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കളേഴ്സും വീൽസും ഇൻറ്റീരിയർ ഓപ്ഷൻസും ഒരുപാട് നമുക്ക് സെലക്ട് ചെയ്യാം. അതിനനുസരിച്ച് പ്രൈസ് ഡിഫറൻസ് വരും എന്നുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. 20 ഇഞ്ചിൻ്റെ ടൺ സ്പോക്കോട് കൂടിയിട്ടുള്ള വന്നിരിക്കുന്ന വീലാണ് ഈ വയനാട്ടിലുള്ള. 19 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2021 ഓപ്ഷൻ ആയിട്ടുണ്ട്. ഈ ഒരു വീലായിരിക്കും ഏറ്റവും ആപ്റ്റായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ റൂട്ടിൽ കുറച്ച് പ്രൊഫൈലുള്ളതായിരിക്കും നല്ലത്.
ബ്ലാക്ക് ആൻഡ് ലോഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പുതിയ ഒരു ഡിസൈൻ ഫിലോസഫിയാണ് ആക്ച്വലി പാനമേറിലുള്ളത്. അതിൽ ബേസിക്കലി നമുക്ക് കാണാവുന്ന ഒരു കേർവ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് കൺസോൾ സ്ക്രീൻ, ഇവിടെ ഒരു സ്ക്രീന് ആക്ച്വലി പാസഞ്ചർ സ്ക്രീനിന് ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇവിടെ വന്നിരിക്കുന്ന ബ്ലാക്ക് പാനലോട് വന്നിരിക്കുന്ന ഒരു ഇൻറ്റീരിയർ. ഇതിൽ ഏറ്റവും എനിക്ക് അട്രാക്റ്റീവായി തോന്നിയിട്ടുള്ള ഈ സെൻട്രൽ കൺസോളും ഈ ഒരു ഇരിക്കുന്ന പൊസിഷനാണ്. ശരിക്കും നമ്മളൊരു സ്പോർട്സ് കാറിൽ ഇരിക്കുന്ന ഫീലാണ്. സ്റ്റിയറിങ്ങിൻ്റെ ചുറ്റും നമ്മൾ ഒരു എന്താ പറയുക, നമ്മളൊരു ഡ്രൈവർ സ്പേസ് പോലെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരു ഫീൽ, അത് തന്നെ ഇതിൽ അട്രാക്ഷനായിട്ട് നിൽക്കുന്നത്. ബാക്കിയുള്ള എലമെൻറ്റ്സ് നമുക്ക് നോക്കാം. ഒരു സിഡാൻ ആയതുകൊണ്ട് തന്നെ റിയർ സീറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനനുസരിച്ചുള്ള ഒരു സ്പേസ് ബാക്കിൽ വരുന്നുണ്ട്. കയറുമ്പോൾ എല്ലാം നമുക്ക് കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടി വരുന്നുള്ളൂ, കാരണം ഹൈറ്റ് കുറവുള്ളൂ. പക്ഷേ എന്നാലും ഇത്രയും തടിയിലുണ്ടായിട്ടും എനിക്ക് ടൈറ്റായിട്ട് തോന്നിയില്ല കയറുന്നത്. അതിന് ഹൈറ്റിൻ്റെ ഒരു പ്രശ്നം മാത്രം നോക്കിയാൽ മതി. കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഫ്രണ്ട് സീറ്റിൻ്റെ അടിയിലേക്ക് കാല് വയ്ക്കാൻ പറ്റുന്നുണ്ടും അതുപോലെ തന്നെ തൈ സപ്പോർട്ട് ഉള്ളതുകൊണ്ടുള്ള നല്ല സപ്പോർട്ടീവ് സീറ്റാണ്. ഒരു ലക്ഷറി കാർ അല്ലെങ്കിൽ പ്രീമിയം ലക്ഷറി കാറിലെ S ക്ലാസോ 7 സീരീസിനെ പോലെ ഇത് കമ്പയർ ചെയ്യരുത്. ഒരു സ്പോർട്സ് ലക്ഷറി കാർ എന്നുള്ള രീതിയിലാകുമ്പോൾ ഫ്രണ്ടിന് ഇമ്പോർട്ടൻസും സെക്കൻഡിൽ വേണമെങ്കിൽ ഇരിക്കാം എന്ന രീതിയിലാണ് ഞാൻ കാണുന്നത്. കുട്ടികൾക്ക് എന്തായാലും കംഫർട്ടബിൾ ഇരിക്കാൻ പറ്റും. സെൻട്രൽ കൺസോൾ വരുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് റിയറിലും കൺട്രോൾസുള്ള കാര്യത്തിൽ ചെയ്യാൻ പറ്റും. വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റും ഉണ്ട്. അപ്പോൾ ആ ഹാൻഡ് റെസ്റ്റ് കൂടെ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കംഫർട്ടബിൾ ഇരിക്കാം. ഇൻറ്റീരിയറിലൊക്കെ നോക്കുമ്പോഴും നമുക്ക് കാണാവുന്ന ഒരു കാര്യം കസ്റ്റമൈസബിൾ ആയിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ്. ബേസിക്കലി 2 സ്ക്രീനാണ് മോഡലിൽ വന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ഇൻറ്റീരിയറിലുള്ള ബട്ടൺസും അതേപോലെ തന്നെ ടച്ച് ഹാപ്റ്റിക് ഫംഗ്ഷനും കൂടിയിട്ടുള്ള ഇൻറ്റീരിയറാണ്. പോർഷയുടെ ഒരു പ്രത്യേകതയായിട്ട് നിൽക്കുന്നത് പോർഷയുടെ സ്പോർട്ടി ക്യാരക്ടറോട് കൂടിയിട്ടുള്ള മൊത്തത്തിലുള്ള എക്കണോമിക്സും അതേപോലെ തന്നെയുള്ള ഫങ്ഷണാലിറ്റി അനുസരിച്ചുള്ള അറേഞ്ച്മെൻറ്റ്സുമാണ്. അത് നമുക്കിവിടെ പുതിയ പാനമേറിലും കാണാൻ സാധിക്കുന്നു. V6 മോഡലായതുകൊണ്ട് തന്നെ ടോപ്പ് എൻഡ് മോഡലിൽ കാണുന്ന ചില എലമെൻറ്റ്സ് എല്ലാം മിസ്സിംഗ് ആയി തോന്നും. എന്നാൽ നമുക്കത് കസ്റ്റമൈസ് ചെയ്ത് ഓപ്റ്റ് ചെയ്യാവുന്ന ഓപ്ഷനുണ്ട്. ഇഷ്ടമുള്ള കളേഴ്സും ലെതർ ഓപ്ഷനായിട്ടും അതേപോലെ തന്നെ ട്രിം ലെവലുകളും സെലക്ട് ചെയ്യാം. ഇതിൽ കാർബൺ ഫൈബറിൻ്റെ ഓപ്ഷൻ വരെ അവൈലബിൾ ആണ്. 4 പേർക്ക് ഇരിക്കാവുന്ന ഇൻഡിവിജ്വൽ സീറ്റ്സ് ആണ് മൊത്തത്തിൽ പാനമേറിൽ വന്നിട്ടുള്ളത്. ഇവിടെ ഇറങ്ങിയിരിക്കുന്നത് 3 ലിറ്ററിൻ്റെ V6 മോഡലാണ്. 353 HP അതുപോലെ 500 Nm ടോർക്കുള്ള 8 സ്പീഡ് ഗിയർ ബോക്സിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ 0 to 100 വരുന്ന 5.1 സെക്കൻഡാണ്. ഇതിൻ്റെ V8 ഓപ്ഷനും എല്ലാം വരുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ഞാൻ ഡീറ്റെയിൽ പറയാം. എന്തായാലും ഇന്ത്യയിൽ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് ആക്ച്വലി ലോഞ്ച് ചെയ്തിരിക്കുന്ന ഈ ഒരു മോഡലാണ്. മറ്റുള്ള മോഡൽ ഇതിനേക്കാൾ പവർഫുൾ ആയിട്ടുള്ള മോഡൽസും ആണ്. അപ്പോൾ അതേതൊക്കെയാണ് നമുക്ക് നോക്കാം. ആസ് ഓഫ് നോ 3 പവർ ട്രെയിൻ വേരിയൻസിലാണ് പുതിയ പാനമേര അവൈലബിൾ ആയിട്ടുള്ളത്. പാനമേര 4, പാനമേര ടർബോ ഇ ഹൈബ്രിഡ്. ഇതിൽ നമ്മളിന്ന് അവതരിപ്പിച്ചിട്ടുള്ള 2.9 ലിറ്റർ അഥവാ 3 ലിറ്റർ ആയിട്ടുള്ള V6 ആയിട്ടുള്ള ടർബോ പെട്രോൾ എഞ്ചിനാണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് 353 PS-ഉം 500 Nm ടോർക്കുമാണ്. നോർമൽ V6-ലാണെങ്കിൽ 2 വീൽ ഡ്രൈവും 4-ലാണെങ്കിൽ 4 വീൽ ഡ്രൈവ് ഓപ്ഷനും ഉണ്ടെന്നുള്ള വ്യത്യാസമുണ്ട്. പിന്നെ വന്നിരിക്കുന്ന പാനമേര ടർബോ ഇ ഹൈബ്രിഡിൽ 4 ലിറ്റർ V8 ട്വിൻ ടർബോ പെട്രോൾ എഞ്ചിനാണ്. ഇതിനോട് ഇലക്ട്രിക് മോട്ടറും കണക്ട് ചെയ്തിട്ടുണ്ട്. പെട്രോൾ എഞ്ചിനിൽ മാത്രം 112 bhp കരുത്തും 770 Nm ടോർക്കും ഉണ്ട്. ഇലക്ട്രിക് മോഡലിന് അഡീഷണൽ 187 bhp അതുപോലെ തന്നെ 450 Nm ടോർക്കും ഉണ്ട്. കമ്പൈൻ ചെയ്യുമ്പോൾ 671 bhp-യും 930 Nm ടോർക്കുമാണ് വരുന്നത്. ഇതിനോട് മെറ്റീരിയൽ 8 സ്പീഡ് ഗിയർ ബോക്സും 4 വീൽ ഡ്രൈവ് ആയിട്ടുള്ള ഫംഗ്ഷനും വരുന്നുണ്ട്. അത്യാവശ്യം ഒരു മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് ഈ പവർ ട്രെയിൻ കാഴ്ചവെക്കുന്നുണ്ടാവും. 315 km മാക്സ് സ്പീഡ്. എന്നാൽ ഇന്നിപ്പം അവതരിപ്പിച്ചിട്ടുള്ള നോർമൽ VX6 272 km ആണ് ടോപ്പ് സ്പീഡ്. അതിൽ തന്നെ പാനമേര 4 ആകുമ്പം 270 km ആയിട്ട് കുറയുന്നുണ്ട്. പുതിയ പാനമേരൻ്റെ മറ്റൊരു അട്രാക്ഷനായി നിൽക്കുന്നത് ആക്റ്റീവ് സസ്പെൻഷനാണ്. പോർഷെ ഇതിന് ആക്റ്റീവ് റൈഡ് എന്നാണ് വിളിക്കുന്നത്. 2 എയർ ചേമ്പറോട് കൂടിയുള്ള ട്വിൻ വാൾ ഡാമ്പറാണ് ഈ ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനിൽ ഓരോ വീലിലുള്ളത്. ഈ സസ്പെൻഷൻ്റെ പ്രത്യേകത പറഞ്ഞാൽ 2 എയർ ചേമ്പേഴ്സും അതിൽ തന്നെ ട്വിൻ വാൾ ഡാമ്പേഴ്സാണുള്ളത്. ഇത് ഇൻഡിവിജ്വലായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഏറ്റവും മികച്ച റൈഡ് നൽകുന്ന രീതിയിലാണ് ഈ സസ്പെൻഷൻ്റെ ഘടനയെങ്കിലും സ്പോർട്ടി ക്യാരക്ടർ നിലനിർത്താനും ഈ സസ്പെൻഷൻ ഉപയോഗപ്പെടുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത ഓരോ ഡാമ്പറും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കാരണം ഡാൻസ് കളിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രവൃത്തിയും കൂടി ഇതിലുണ്ട്. നമ്മളിത് മെർസിഡീസ് മാബാക്കിൻ്റെ GLS-ൽ കണ്ട മറ്റൊരു രൂപമാണ് ഇതിൽ. GLS-ൽ ഓരോ സസ്പെൻഷനും നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ സാധാരണ നമ്മൾ കണ്ട ബൗൺസ് ചെയ്യുന്ന രീതിയിലാണ്. ഇതിൽ പുഷപ്പിൽ എടുക്കുന്ന രീതിയിലും അതുപോലെ തന്നെ ഓരോ സസ്പെൻഷനും അഡ്ജസ്റ്റ് ചെയ്ത് ഡാൻസ് കളിക്കുന്ന രീതിയിലും നമുക്ക് സെലക്ട് ചെയ്യാം. ഇത് നമ്മുടെ ഫോണായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോണിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. എന്നാൽ GLS-ൽ ആൾക്കാർ മിസ്യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഇതും അത്തരം മിസ്യൂസ് ചെയ്യപ്പെടാൻ ചാൻസ് ഉണ്ട്. ഇതിനെ ഉദ്ദേശിക്കുന്ന ഏറ്റവും മികച്ച റൈഡിനും അതുപോലെ തന്നെ ഡൈനാമിക്സിനുമാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും ഇതെല്ലാം തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്തായാലും ഇന്ത്യയിൽ അൺഫോർച്ചുനേറ്റ്ലി ഈ ആക്റ്റീവ് സസ്പെൻഷൻ സിസ്റ്റം കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ V6-ൽ എന്തായാലും അത് അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് എവിടെന്നെങ്കിലും ടെസ്റ്റ് ചെയ്തിട്ട് വേണം ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്തൂടെ. ഇത്രയും കണ്ടിൽ നിന്ന് പുതിയ പാനമേറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കാം. നിങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെട്ടോ, ഇതിൽ തന്നെ നിങ്ങൾ V6 ആയിരിക്കുമോ V8 ആയിരിക്കുമോ എടുക്കുന്നുണ്ടാവുക, ആക്റ്റീവ് സസ്പെൻഷൻ ഇന്ത്യയിൽ കൊണ്ടുവരണോ എന്നുള്ളതും തന്നെ കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായം ഷെയർ ചെയ്യാം.
വീഡിയോ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും മറക്കാതിരിക്കുക. അടുത്ത തവണ മറ്റൊരു പുതിയ കണ്ടന്റ് കാണുന്നവരെ സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വില്ലിംഗ്.